നിങ്ങൾ ആരെ വെച്ച് കളിച്ചെന്നറിയോ? സങ്കടം ഉണ്ടോ നിങ്ങളുടെ അവസ്ഥ കാണുമ്പോ? ഒരു റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങള് കളിക്കുന്നത് ആരെന്നറിയോ? ഫലസ്തീനിലെ ദിവസവും ബോംബുകളുടെ ശബ്ദം കേട്ടുണരുന്ന, വെടിയുണ്ടകൾ നെഞ്ചേറ്റ് വാങ്ങുന്ന പിഞ്ചു ബാല്യങ്ങളുടെ ശരീരങ്ങളെ കൊണ്ട് നിങ്ങൾ റീച്ചുണ്ടാക്കുകയാണ്. അതും അമിതമായ അമൃതവിഷമെന്ന് പറയുന്ന പോലെ. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിട്ടും ഇനിയും റീച്ച് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് തല്ലിപ്പൊടി നാടകങ്ങൾ കളിച്ചിട്ട് തോന്നിവാസങ്ങൾ കളിച്ചിട്ട് ഒളിപ്പില്ല നിങ്ങൾക്കൊന്നും. ഇത് വെറും കളിയില്ല. തോന്നിവാസങ്ങൾക്ക് അതിലുണ്ട്. ഇപ്പൊ എന്തായി? ഹെഡ്ലൈറ്റ് കുത്തിപ്പൊളിക്കുന്നു, രക്ഷകരായിട്ട് പലരും വരുന്നു. അവസാനം എന്തുണ്ടായി? ഒരിക്കലും മനസ്സിലാക്കുക. അസത്യം മൂടിവെക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസം, ആ ദിവസം ഉണ്ടെങ്കിൽ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ കളിച്ചത് നീതിയോടാണ്, അതല്ലെങ്കിൽ സത്യത്തിന്റെ പാവപ്പെട്ട ജനങ്ങളോടാണ് നിങ്ങൾ കളിച്ചത്. ആ കളി ഒരിക്കലും പടച്ചവൻ പുറത്തു വിടാതിരിക്കില്ലെന്നതിന്റെ സൂചന തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. തോന്നിവാസങ്ങൾ എപ്പോഴും ആകാമെന്ന് കരുതരുത്. റീച്ചിന് വേണ്ടിയിട്ട് തോന്നിവാസങ്ങൾ കാണിച്ച് ഉള്ള റീച്ച് പോലെ കളഞ്ഞു കുളിച്ച് ഇളിപ്പിനായിട്ട് നിൽക്കുകയല്ലേ? കേസും കൂട്ടങ്ങളുമായില്ലേ? വെറുതെ മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കരുത്, തോന്നിവാസങ്ങൾ കാണിക്കരുത്. ഇത് നിങ്ങൾക്കും എല്ലാവർക്കും പാഠമാണ്.